ശ്രീസ് ഹിന്ദി സെൻറ്ററിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും എൻ്റെ സ്വാഗതം. പ്രിയ പഠിതാക്കളെ, നിങ്ങളുടെ ഹിന്ദി പാഠപുസ്തകത്തിലെ ബൂഢാ കുത്ത എന്ന സെക്കൻഡ് ലെസണിലേക്ക് കടക്കാം. ഇതൊരു സംസ്മരണാത്മക നിബന്ധമാണ്. അതായത് നമ്മുടെ രണ്ടാമത്തെ ലെസൺ ഒരു ഓർമ്മക്കുറിപ്പാണ്. എന്താണ് ഓർമ്മക്കുറിപ്പ്? ഓർമ്മക്കുറിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മെമ്മറബിൾ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് എഴുതുന്നതാണ്. ഇവിടെ ലേഖകൻ രാംവൃക്ഷ് ബേനിപുരി അദ്ദേഹം തൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ മനുഷ്യജീവിതവുമായി കമ്പയർ ചെയ്തുകൊണ്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് എഴുതുന്ന ഒരു ഓർമ്മക്കുറിപ്പാണ്. ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. കഥയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. അതായത് പാഠഭാഗം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ രണ്ടാമത്തെ ലെസൺ എടുത്ത് അതിൻ്റെ ഓരോ വാക്കിലൂടെയും വരികളിലൂടെയും കടന്നു പോകണം. അതായത് ഞാൻ ലെസൺ വായിക്കുമ്പോൾ നിങ്ങളും എന്നോടൊപ്പം ഉണ്ടാകണം. പാഠത്തിൻ്റെ പേര് ബൂഢാ കുത്ത. അതായത് എന്താണ് ബൂഢ എന്ന് പറഞ്ഞാൽ വയസ്സായ ഒരു നായയാണ് നമ്മുടെ ഈ കഥയിലെ ഹീറോ. അപ്പം ലെസൺ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കുകയും വേണം. വാക്കുകൾ ശരിയായ രീതിയിൽ വായിക്കാൻ പഠിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ വാക്കിലൂടെയും വരികളിലൂടെയും കടന്നു പോകണം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മുടെ ലെസൺ ബൂഢാ കുത്ത, രാംവൃക്ഷ് ബേനിപുരി. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുമ്പോൾ കാണാൻ കുറേ ഡാർക്കാക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഹെഡിങ്ങും ലേഖകൻ്റെ പേരും. കാരണം എന്താണ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒന്ന്, നിങ്ങളുടെ എക്സാമിന് നിങ്ങളോട് ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങളാണ്. ഒന്ന്, ബൂഢാ കുത്ത എന്നുള്ള സംസ്മരണാത്മക നിബന്ധ എഴുതിയത് ആരാണ്? അപ്പം നമ്മൾക്ക് ആൻസർ ചെയ്യാം രാംവൃക്ഷ് ബേനിപുരി. അതുപോലെ തന്നെ രാംവൃക്ഷ് ബേനിപുരി എഴുതിയിട്ടുള്ള സംസ്മരണാത്മക നിബന്ധ ഏതാണ്? ബൂഢാ കുത്ത. ഈ രണ്ട് രീതിയിലും ഉള്ള ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ. बार बार दुत्कारे जाने झाड़ू आए जाने पर भी जब यह कुत्ता बरामदे के बाहर अकेले पैर खड़े कर और अपने पिछले भाग को ज़मीन से सटाकर बैठकर धीरे धीरे पूंछ हिलाता हुआ करुण सजल आंखों से मेरी ओर देखने लगता है तो समझ में नहीं आता क्या किया जाए. बार बार दुत्कारे जाने पर, അതായത് പല തവണ ശകാരം കേട്ടിട്ടും, ഝാഡു ആയേ ജാനേ പർ, ചൂലെടുത്ത് ഓടിക്കാൻ നോക്കിയിട്ടും ആ നായ എന്ത് ചെയ്തു? ജബ് യേ കുത്ത ബരാമദേക്കെ ബാഹർ, ആ നായ വരാന്തയുടെ പുറത്ത് മുൻകാലുകൾ നീട്ടിവെച്ചുകൊണ്ട് അകലെ പയർ കടേക്ക് और अपने പിച്ചലേ ഭാഗക്കോ, കൂടാതെ തൻ്റെ പിൻഭാഗം ജമീൻ സേ സടാക്ക്, നിലത്ത് ചേർത്ത് വെച്ചുകൊണ്ട് ഇരുന്നു. ധീരെ ധീരെ പൂഞ്ച് ഹിലാത്താ ഹുവ, വളരെ പതുക്കെ വാലാട്ടിക്കൊണ്ട്, കരുൺ സജൽ ആങ്കോൻസെ, കരുണ നിറഞ്ഞ അതായത് വളരെ ദയനീയമായൊരു നോട്ടം നോക്കിക്കൊണ്ട്, മേരി ഓർ, ലേഖകൻ്റെ നേരെ ദയനീയമായൊരു നോട്ടം നോക്കിക്കൊണ്ട് ഇരുന്നു. തോ സമജ്മേ നെഹി ആത്ത ക്യാ കിയാ ജായേ, അതുകൊണ്ട് ലേഖകന് മനസ്സിലായില്ല ഈ നായയെ ഇനി എന്തു ചെയ്യുമെന്ന്. ബൂഢാ ഹോ ഗയാ ഹേ യേ, അത് വയസ്സായിരിക്കുന്നു. സമൂച്ചി ദേഹമേ ഗൗരാ ലഗ് ഗയാ ഹേ, അതിൻ്റെ ദേഹം മുഴുവൻ ചൊറി വന്നിരിക്കുന്നു. ഗൗര മീൻസ് ചൊറി. ജിസേ അപ്നെ ഹി പഞ്ചോൻ സേ ഗറൗൻ ഗറൗൻ കർ ഇസ്നെ സാരാ ബദൻ മേ ഘാവ് കർ ലിയേ ഹേ, അതായത് അത് തൻ്റെ കൈകൊണ്ട് തന്നെ എന്ത് ചെയ്തു? ഗറൗൻ ക മീൻസ് ചൊറിഞ്ഞ് ദേഹം മുഴുക്കെ മുറിവ് പറ്റിയിരിക്കുന്നു. ഇസ്കാ പേട്ട് ബി ഖരാബ് ഹോ ഗയാ ഹേ, അതിൻ്റെ വയറും എന്തായിട്ടുണ്ട്? ഖരാബ് ഹോ ഗയാ ഹേ, ഖരാബ് ഹോന മീൻസ് മോശമാവുക, കേടായിട്ടുണ്ട്. ആസ്പാസ് ഗന്ധാ കർത്താ രഹത്താ ഹേ, അടുത്തൊക്കെ ആകെ വൃത്തികേടാക്കിയിട്ടുണ്ട്. അപ്പം വയറ് കേടായി വയറിളക്കമൊക്കെ വന്നത് കാരണം അത് ഇരിക്കുന്ന സ്ഥലത്തൊക്കെ ആകെ വൃത്തികേടായിട്ടുണ്ട്. ശരീർ സേ ബദ്ബൂ നികൽത്തി രഹത്തി ഹേ, അതിൻ്റെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം പുറത്തു വരുന്നുണ്ടായിരുന്നു. ഏസിക്ക് ഉപ്കായി ആജായേ, അത് കാരണം എന്താണ്? നമുക്ക് ഛർദ്ദിക്കാൻ തോന്നുമായിരുന്നു. ഫിർ ബലായി സെ കോൻ ബരാമന്ദേ മേ ചട്നേ ദേ ഗർമേ ആനേ ദേ
എന്നിട്ടും ഇതിനെ ആരാണ്, ലേഖകൻ വിചാരിക്കുകയാണ്, എന്നിട്ടും ഇതിനെ ആരാണ് ഈ വരാന്തയിലേക്ക് കയറിയിരിക്കാൻ അനുവദിച്ചത്, വീട്ടിലേക്ക് കടക്കാൻ അനുവദിച്ചത്? ज्यों ही वो इस ओर बढ़ा कि हर मुँह दुत्कार फटकार बरसने लगती है. അപ്രകാരം അത് മുന്നോട്ട് വന്നപ്പോൾ എല്ലാവരും അതിനെ ശകാരിക്കുകയും തൊഴിക്കുകയും ചെയ്യാൻ തുടങ്ങി. തോബിയ നഹി മാൻത, എന്നിട്ടും ഇത് അനുസരിച്ചില്ല. फिर तो इस और झाड़ू से, चढ़ी से, खड़ाऊ से, जूतों से भी मार पड़ने लगती है. പിന്നീട് ആളുകൾ അതിനെ ചൂലുകൊണ്ടും വടികൊണ്ടും, ഝാഡൂസെ ചൂലുകൊണ്ട്, ചടീസെ വടികൊണ്ട്, ഖടാവൂസെ ചപ്പൽ കൊണ്ട്, അതായത് ഖടാവു മീൻസ് തോൽ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ചപ്പൽ, ഖടാവൂസെ ജൂത്തോംസെ, ജൂത്ത എന്ന് പറയുന്നത് സാധാരണ ചപ്പൽ, അതിനെ എന്ത് ചെയ്തു? ജൂത്തോംസെ ബി മാർ പടനയിലെത്തി ഹേ, അതിനെ അടിച്ചു. मार खाने पर भी यह तब तक मुड़ने का नाम नहीं लेता जब तक कि चोट असह्य नहीं हो जाती. അടി കിട്ടിയിട്ടും അത് തിരിഞ്ഞോടിയില്ല. വേദന സഹിക്കാവുന്നിടത്തോളം സഹിച്ചു, അത് മാറിയില്ല. തബ് കൂം കൂം കർത്താ യ ബരാമന്ദേ കെ നീച്ചെ ഉതർ ജാത്ത. അപ്പോൾ അത് വേദനിക്കുമ്പോൾ എന്ത് ചെയ്തു? പട്ടികൾക്കുണ്ടാകുന്ന ഒരു മുരൾച്ചയില്ലേ, ആ ഒരു മുരൾച്ചയോട് കൂടിയിട്ട്, കൂം കൂം എന്നുള്ളൊരു ശബ്ദത്തോട് കൂടിയിട്ട് അതെന്ത് ചെയ്തു? വരാന്തയുടെ പിന്നിലേക്ക് പോയി. കിന്തു വഹാംസെ ഭാഗനേക്കാ നാം നഹി ലേത്ത. പക്ഷെ അത് എന്ത് ചെയ്തില്ല? അവിടെ നിന്ന് ഓടിപ്പോയില്ല. വോ ബൈഠ് ജാത്താ ഹെ ഔർ ലഗ്താ ഹെ ടുക്കുർ ടുക്കുർ മേരാ മുഹ് ദേഖ്നെ. അത് അവിടെ തന്നെ ഇരുന്നു. और लगता है टुकुर टुकुर मेरा मुँह देखने. അവിടെ തന്നെ ഇരുന്നു കൊണ്ട് എന്നെ ഒന്ന് ഒളിഞ്ഞ് നോക്കിക്കൊണ്ടിരുന്നു. അതായത് വരാന്തയുടെ പിന്നിലേക്ക് പോയി അവിടെ ഇരുന്ന് ലേഖകനെ ഒന്ന് ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു. ഏക് മിത്രനെ കഹാ കുച്ചലാ ഗിലാ ദീജിയേ മർ ജായേഗ. ഒരു മിത്ര പറഞ്ഞു, ഒരു സ്നേഹിതൻ എന്താണ് പറഞ്ഞത്, ഒരു ഫ്രണ്ട് എന്താ പറഞ്ഞത്? ഒരു അടി കൊടുത്ത് അതിനെ കൊല്ലണം. एक बंदूकधारी मित्र बोले 50 पैसे भी इतना बर्बाद होंगे गोली से उड़ा देता हूँ. ഒരു തോക്കുധാരിയായ ഫ്രണ്ട് പറഞ്ഞു, 50 പൈസ പോലും ചെലവാക്കാതെ ഞാൻ അതിനെ കൊന്നുതരാം. സോച്താ ഹൂँ इसकी इस बुरी गति से मौत अच्छी होगी. ഞാൻ ചിന്തിച്ചു, എന്താണ്? ഈ ഗതിയേക്കാൾ നല്ലത് എന്താണ്? മൗത്ത് അച്ചി ഹോഗി, മരണമായിരിക്കും നന്നാവുക. കിന്തു ചാക്കർ ബി കഭി മൂഹ് സെ ഹാം നഹി നിക്കൽ പാത്ത. പക്ഷേ അതിനോടുള്ള സ്നേഹം കൊണ്ട് അതിനെ കൊല്ലാനായി ഒരിക്കലും ശരിയെന്ന് പറയാൻ എനിക്ക് തോന്നിയില്ല. ദിനോം സെ ഹമാരെ ഘർ ഹേ യഹ്. അത് വളരെ ദിവസങ്ങളായി ഈ നായ എവിടെയുണ്ട്? ലേഖകൻ്റെ വീട്ടിലുണ്ട്. ഇസ്കാ ജന്മ കഹാം ഹുവാ പതാ നഹി. അതിൻ്റെ ജനനം എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ലേഖകൻ അറിയില്ലായിരുന്നു. ഇസ്കാ ബച്പൻ ബി കഹാം ബീത്ത. അതിൻ്റെ കുട്ടിക്കാലം എവിടെയാണെന്നുള്ളതും അറിയില്ല. ഇസ്കി ബി ഖബർ നഹി. അതിനെക്കുറിച്ചും ലേഖകന് ഒന്നും അറിയില്ലായിരുന്നു. ഏക് ദിൻ ഗർമി കി ദുപഹരിയാമേ. ഒരു ദിവസം വേനലിൻ്റെ ചൂട് കൊണ്ട് ഏക് മോട്ടാ താസാ പില്ല മേരെ ഘർ മേ ന ജാനെ കബ് ഘുസ് ആയ ഔർ ഗാഡ് കെ നീച്ചെ ലേട്ട് ഗയാ. വേനലിൻ്റെ ചൂട് സഹിക്കാൻ വയ്യാതെ എന്ത് ചെയ്തു? ഒരു മോട്ടാ താസാ പില്ല, നല്ല തടിച്ചു കൊഴുത്തിട്ടുള്ള ഒരു നല്ല നായക്കുട്ടി തൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നു. ആ ഓർ ഗാഡ് കെ നീച്ചെ ലേട്ട് ഗയാ. എന്നിട്ട് അത് കട്ടിലിനടിയിൽ പോയിട്ട് കിടന്നു. വോ ധക്കാത്താ. അത് വളരെ ക്ഷീണിതനായിരുന്നു. ഗർമി സെ പരേശാൻ. ചൂടുകൊണ്ട് ആകെ പരിഭ്രമിച്ചുകൊണ്ട് അത് കയറി വന്നതായിരുന്നു. ഗാഡ് കെ നീച്ചേക്ക് ഠണ്ഡി സമീൻ ഉസേ സുഗത് ലഗി. കട്ടിലിനടിയിലുള്ള ആ തണുത്ത നിലം അതിന് നല്ല സുഖം നൽകി. വോ ചുപ്ചാപ്പ് ലേട്ടാ ഹുവാ സോറോം സെ ഹാഫ് റഹാത്ത. അതൊന്നും മിണ്ടാതെ കിടന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ആ ഓടി വന്ന് കിടക്കുന്നത് കാരണം അതിന് കിതപ്പുണ്ടായിരുന്നു. ഹാഫ് റഹാത്ത. മേ ഘാട്ട് പർ ചൈതക്കി ദുപഹരിയാക്കി ചപ്കി ലേ റഹാത്ത.
ലേഖകനും അതുപോലെ എന്ത് ചെയ്യാണ്, ഒരു ഉച്ചയുറക്കത്തിലായിരുന്നു. ലേഖകൻ ഉച്ചമയക്കത്തിൽ നിന്ന് ഉണർന്ന് ഏക്ക് സമാന താൾസേ നിക്കൽനെ വാലി ഹാഫ്നേക്ക് ആവാസ്മേ ആംഖേങ്കുലി, അതായത് ഒരു സമാന താളത്തിൽ ഉണ്ടായിട്ടുള്ള ആ കിതപ്പിൻ്റെ ശബ്ദം കേട്ടിട്ട് ലേഖകൻ്റെ കണ്ണു തുറന്നു. ഇധർ ഉധർ ദേക്ക, അവിടെ ഇവിടെയെല്ലാം ഒന്ന് നോക്കി. കുച്ച് നഹി, ഒന്നും കണ്ടില്ല. ഗാഡ് കെ നീച്ചേ ദേക്ക, കട്ടിലിനടിയിലേക്ക് നോക്കി. തോ സബ്സെ പെഹലി നസർ ഇസ്കി ചമക്തി ആങ്കോം പർ പടി, അപ്പോൾ തൻ്റെ ശ്രദ്ധ, സബ്സെ പെഹലി നസർ, തൻ്റെ ശ്രദ്ധ എവിടേക്ക്, തൻ്റെ കാഴ്ച എവിടേക്കായിരുന്നു പോയത്? ഇസ്കി ചമക്തി ആങ്കോം പർ പടി, അതിൻ്റെ ആ തിളങ്ങുന്ന കണ്ണുകളിലേക്കായിരുന്നു ലേഖകൻ്റെ ആദ്യത്തെ നസർ, ആദ്യം ശ്രദ്ധയിൽ വന്നത്. ഉസ് ദിൻ ബി ഇസ്കി ആംഖോ മേ ऐसी ही സജലത और കരുണ പായി थी. ആ ദിവസവും ലേഖകൻ എന്ത് കാണാമായിരുന്നു? കട്ടിലിനടിയിലേക്ക് നോക്കിയപ്പോൾ അതിൻ്റെ തിളക്കമുള്ള കണ്ണുകളാണ് ലേഖകൻ കണ്ടത്. അതുപോലെ ലേഖകന് അതിൻ്റെ ആ നോട്ടം എങ്ങനെയുള്ളതായിട്ടാണ് തോന്നിയത്? വളരെ ദയനീയമായ ഒരു നോട്ടമായിട്ടായിരുന്നു ലേഖകന് തോന്നിയത്. ആ ശരീർ ധൂളി ദൂസരിത, അതിൻ്റെ ശരീരം എന്തായിട്ടുണ്ട്? ധൂളി ദൂസരിത് എന്ന് പറഞ്ഞാൽ പൊടിയും അഴുക്കുമൊക്കെ പിടിച്ചിരുന്നു. അതായത് അത് പുറത്തുനിന്ന് എവിടെയൊക്കെ കളിച്ച് ഉരുണ്ട് ഓടി വന്നത് കാരണം അതിൻ്റെ ശരീരം, നല്ല തടിച്ചു കൊഴുത്ത നായയാണെങ്കിലും അതിൻ്റെ നായക്കുട്ടിയായിരുന്നു, എന്നിട്ട് അതിൻ്റെ ശരീരത്തിലാകെ പൊടിയൊക്കെ പിടിച്ചിരുന്നു. ഇസ്കെ ബദൻ പ ദാന്ത് കെ കൈ ദാഗ് തേ, അതിൻ്റെ മുഖത്ത് പല്ലിൻ്റെ പാടുകൾ. ദാന്ത് കെ കൈ ദാഗ് തേ, ദാന്ത് മീൻസ് ടീത്ത്, പല്ല്. അതിൻ്റെ ശരീരത്തിൽ പല്ലിൻ്റെ അടയാളം, ദാഗ് അടയാളം, പല്ലിൻ്റെ അടയാളം ഉണ്ടായിരുന്നു. ജിൻസെ താസാഗൂൻ ടപക് രഹാത്ത, അതിൽ നിന്നും താസാഗൂൻ, അതായത് മുറിവ് പറ്റിയാൽ എന്താ ഉണ്ടാവുക? മുറിവിലൂടെ ബ്ലഡ് വരും അല്ലേ? അതുപോലെ തന്നെ അതിൻ്റെ മുഖത്തൊക്കെ മുറിവുകൾ ഉണ്ടാവുകയും ആ മുറിവിൽ നിന്ന് രക്തം ഒഴുകി വരികയും ചെയ്തിരുന്നു. അതു കക്ക ബുലായ ഇസ്കി കരുൺ ആഖേ ആനന്ദ് സേ ചമക് ഉടി. അപ്പോൾ ലേഖകന് അതിൻ്റെ ദയനീയമായ ആ നോട്ടം കണ്ടപ്പോൾ അതിനോട് എന്തോ ഒരു ഇഷ്ടം തോന്നിയിട്ട് ലേഖകൻ അതിനൊരു പേര് വിളിക്കുകയും ചെയ്തു. എന്താണ്? അതു കക്ക ബുലായ, അതു എന്ന് വിളിച്ചുകൊണ്ട്. ഇസ്കി കരുൺ ആഖേം ആനന്ദ് സേ ചമക്കുടി, ആ വിളി കേട്ടപ്പോൾ അതിൻ്റെ ആ ദയനീയമായ കണ്ണുകൾ വളരെ സന്തോഷത്തോടെ തിളങ്ങി. കിന്തു ബേച്ചാരേക്ക് ഹിമ്മത്ത് നഹി ഹുയി കി ബാഹറായേ, പക്ഷേ പാവം അതിന് എന്തുണ്ടായില്ല? ഹിമ്മത്ത് നഹി, ഹിമ്മത്ത് മീൻസ് ധൈര്യമുണ്ടായില്ല. എന്തിന്? ആ കട്ടിലിനടിയിൽ നിന്ന് പുറത്തു വരാൻ. ലേഖകൻ ഇപ്പം തന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടിയോടുകൂടി തന്നെയായിരുന്നു ഇരുന്നത്. കിന്തു ബേച്ചാരേക്ക് ഹിമ്മത്ത് നഹി ഹുയി കി ബാഹറായേ മേ ജാക്കർ തോടാ ദഹി ബാത്ത് ലേ ആയ और കാട്ട് കെ നീച്ചേ ഹി രഖ് ദിയ. ഇപ്പോൾ ലേഖകൻ അതിൻ്റെ ഒരു പേടി മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ലേഖകൻ ചെന്നിട്ട് തോടാ ദഹി ബാത്ത് എന്ന് പറഞ്ഞാൽ തൈരൊഴിച്ച ചോറ് കൊണ്ടുവന്നു. ലേ ആയ और കാട്ട് കെ നീച്ചേ ഹി രഖ് ദിയ, എന്നിട്ടത് കട്ടിലിനടിയിൽ വെച്ചു കൊടുത്തു. ഉസേ കാക്ക ഫിർ വ ലേട്ട് കിയ, വേഗം എന്ത് ചെയ്തു? ആ നായക്കുട്ടി അതും കഴിച്ച് വീണ്ടും അവിടെ തന്നെ കിടന്നു. മേ ബി ഘാട്ട് പർ സോ ഗയ. അപ്പോൾ ലേഖകനും എന്ത് ചെയ്തു? കട്ടിലിൽ കയറിയിട്ട് കുറച്ച് സമയം കിടന്നുറങ്ങി. जब शाम की नींद टूटी और मैं गाँव की ओर निकला तो देखा यह मेरा पीछे पीछे लगा है. അപ്പം വൈകുന്നേരമായപ്പോൾ നീന്ത് ടൂട്ടി, ഉറക്കമുണർന്നു. ആ മേ ഗാവ് കി ഓർ നിക്കലാത്തോ, ഞാൻ എന്ത് ചെയ്തു? ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. യേ മേരെ പീച്ചെ പീച്ചെ ലഗാ ഹേ, അപ്പോഴുണ്ടായിരുന്നു ആര്? ആ നായക്കുട്ടിയും അദ്ദേഹത്തിൻ്റെ പിന്നിലൂടെ പീച്ചെ പീച്ചെ ലഗാ ഹേ, പിന്നിലൂടെ പോയി. अपनी दिखार सीमा के अंदर एक अपरिचित को देखकर गाँव के कुत्ते भौंकने लगे. അതായത് ഈ ലേഖകൻ്റെ പിന്നാലെ ഇത് പോകുന്നത് കണ്ടപ്പോൾ ഒരു അപരിചിതനെ കണ്ടപ്പം, അതായത് നായക്കൾക്ക് അവിടെ ഒന്നും കാണാത്ത മറ്റു നായക്കളെ കാണുമ്പോൾ അവരെന്ത് ചെയ്യും? കുറച്ച് ശബ്ദമുണ്ടാക്കും അല്ലേ? അതുപോലെ ഇതുവരെ കാണാത്ത ഒരു നായയെ കണ്ടപ്പം എന്ത് ചെയ്തു? മറ്റ് നായകൾ എന്ത് ചെയ്തു? ഗാവുക്കെ കുത്തെ ഭൗങ്കനെ ലഗേ. ഭൗങ്കന മീൻസ് കുരയ്ക്കാൻ തുടങ്ങി. ഏക് ദോ ഇസ്കി ഓർ ടൂട്ടേ ബി, ഒന്ന് രണ്ടെണ്ണം അതിൻ്റെ അടുത്ത് മുന്നോട്ടേക്ക് ചാടി വന്നു.
जब वे टूटते ये मेरे പാവോं के बीच आ जाता. അപ്പം അതിൻ്റെ നേരേക്ക് ആക്രമിക്കാൻ വന്നപ്പോൾ അതെന്ത് ചെയ്തു? മേരെ പാവോं के बीच आ जाता, എൻ്റെ കാലുകൾക്കിടയിലേക്ക് വന്നു. मैं उन्हें दुत्कार देता, ഞാൻ അവയെ എന്ത് ചെയ്തു? ശകാരിച്ചു. किंतु धीरे धीरे इसे किसी प्रकार उनसे दोस्त ഖാണ്ട് ലി. പക്ഷേ പതുക്കെ പതുക്കെ ഏത് തരത്തിലായാലും എന്ത് ചെയ്തു? കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഉൻസെ ദോസ്ത് ഖാണ്ട് ലി, അവരുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പായി. യ ഉന്മേസെ ഏക്ക് ഹോ ഗയാ, ആ നായയും അവരിൽ ഒരാളായി മാറി, ഒരു നായയായി മാറി. ഇസ്കാ വർണ്ണൻ കർക്കെ സമയ ക്യോ ബർബാദ് കരോ. അപ്പം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടിനി എന്തിനാണ് സമയം നഷ്ടപ്പെടുത്തുന്നത് എന്ന് ലേഖകൻ ചോദിക്കുകയാണ്. പണ്ടത്തെ കാര്യങ്ങൾ പറഞ്ഞിനി ഇപ്പോൾ സമയം കളയേണ്ടതില്ല എന്ന് ലേഖകന് വിചാരിക്കുകയാണ്. अच्छा भोजन, घर भर का प्यार और सुरक्षा पाकर थोड़े ही दिनों में यह अच्छा खासा कुत्ता बन गया. അതായത് നല്ല ഭക്ഷണവും ഘർബർ കാ പ്യാർ, വീട്ടിലുള്ളവരുടെ സ്നേഹവും, और സുരക്ഷാ പാക്കർ, ഒരു സുരക്ഷിതത്വവും ഒക്കെ ലഭിച്ചപ്പം തൊടേഹി ദിനോമേ, വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ യ അച്ഛാ കാസ കുത്ത ബൻ ഗയ, അത് നല്ല ഒരു നായയായി മാറി. റോയെ ചിക്കനാ ഗേ ബദൻ കെ ദാഗ് മിറ്റ് ഖേ, അതായത് അതിൻ്റെ മുരടിപ്പൊക്കെ മാറി നല്ല പുഷ്ടിയുള്ള ഒരു നായയായി മാറി. മുറിവിൻ്റെ പാടുകളെല്ലാം പോയി. അത് സുരക്ഷ തേടി വന്ന ആ നായക്കുട്ടി ഇന്ന് എന്തായി? ഞങ്ങളുടെ വീടിൻ്റെ കാവൽക്കാരനായി മാറി. വദൻ കെ ദാഗ് മിറ്റ്ഖേ ജിസെ കബി സുരക്ഷ ചാഹിയേത്തി, ആർക്കായിരുന്നോ സുരക്ഷ ആവശ്യമായിരുന്നത്? വഹി മേരെ ഗർ ആംഗൻ കാ പ്രഹരി ബൻ ഗയ, അവൻ ഇന്ന് ആരായി മാറി? എൻ്റെ വീട്ടുമുറ്റത്തെ പ്രഹരിയായി മാറി. പ്രഹരി എന്ന് പറഞ്ഞാൽ കാവൽക്കാരൻ. ജോ കുത്തെ ഉസ് ദിൻ ഇസ് പർ ബൗങ്കേ തേ, ഏത് നായയായിരുന്നോ അവനെ കണ്ടിട്ട് കുരച്ചിരുന്നത്? ഉനോംനെ ബി ഉസേ സർദാർ മാൻ ലിയ, അവർ പോലും അവനെ ആരായിട്ട് കണക്കാക്കി? യജമാനനായി കണക്കാക്കി. അതായത് വഹ് സങ്കോചശീൽ പിൽപില കിഷോർ അബ് ഏക് പ്രഗൽഭ സഫൽ യുവക് താ, ആ എന്താണ് സങ്കോചശീലായിരുന്ന ആ നായ ഇന്ന് എന്തായി മാറി? വളരെ പ്രഗത്ഭനായിട്ടുള്ള ആ കുട്ടിത്തമൊക്കെ മാറി ഒരു പ്രഗത്ഭനായ യുവാവായി മാറി. ഗാവ് സെ ദൂർ ഹട്ക ഗേത് മേ ഗർ ബൻവാ ലിയ, ആ സമയത്തായിരുന്നു നമ്മുടെ ലേഖകന് എന്ത് തോന്നിയത്? ലേഖകൻ വീട്ടിൽ നിന്നും ആ ഗ്രാമത്തിൽ നിന്നും മാറി കുറേ അകലെയായി ഒരു വീടുണ്ടാക്കി. इतने पैसे कहाँ की रात भर पहरा देने के लिए कोई संदरी रख सकूं और സ്വയം കഹാം തക്ക് ജാഗാ ജായേ, അതായത് ലേഖകൻ്റെ കയ്യിൽ ഒരു സന്തരിയെ നിർത്താൻ വേണ്ടിയിട്ട്, സന്തരി മീൻസ് ഇവിടെ കാവൽക്കാരനെ നിർത്താൻ വേണ്ടിയിട്ട് ലേഖകൻ്റെ കയ്യിൽ പണമുണ്ടായില്ല. അതുമാത്രമല്ല മറ്റുള്ള ആളുകളെ നിർത്താനുള്ള ഒരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല. അപ്പം ലേഖകന് ആരിലായിരുന്നു വിശ്വാസം തോന്നിയിരുന്നത്? ഭരോസ താ തോ ഇസീ കുത്തേക്ക, ഭരോസ മീൻസ് വിശ്വാസം ആ നായയിലായിരുന്നു. तुम ही हमारी नींद लगी इसने घर के आसपास ചക്കർ लगाना शुरू किया, അതായത് ലേഖകൻ അവിടെ എത്തി. അവിടെ നിന്ന് ഒരു ദിവസം നല്ല ഉറക്കത്തിലായ സമയത്ത് എന്ത് ചെയ്തു? ഇസ്നെ ഘർ കെ ആസ്പാസ്, വീടിനടുത്ത് എല്ലായിടവും ഒന്ന് ചക്കർ ലഗാന ശുരു കിയ, ഒന്ന് ചുറ്റിക്കറങ്ങി. और ज्यों ही दूर पर किसी को देखा या जरा सी आहट पाई कि लगा बौंगने, അപ്പോൾ ആരുടെയെങ്കിലും ഒരു അപരിചിതമായിട്ടുള്ള ചെറിയൊരു ശബ്ദമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ, നമുക്കറിയാം നായ്ക്കൾ എന്ത് ചെയ്യുമായിരുന്നു? നമ്മൾ വീട്ടിൽ വളർത്തുന്ന നായയൊക്കെ ദൂരെ നിന്ന് പരിചയമില്ലാത്ത ആളുകളെ കാണുമ്പോഴോ അവരുടെ ഒരു നിഴൽ കണ്ടാൽ മതി, അല്ലെങ്കിൽ അവരുടെ ഒരു ചെറിയ ശബ്ദം കേട്ടാൽ മതി, അതെന്ത് ചെയ്യും? നല്ല പോലെ കുരച്ച് നമ്മളെ അറിയിക്കും. അതുപോലെ ഈ നായ എന്ത് ചെയ്യും? അപരിചിതമായിട്ടുള്ള എന്തൊരു ശബ്ദം കേട്ടാലും ഒരു അപരിചിതനെ കണ്ടാലും ഒക്കെ കുരയ്ക്കാൻ തുടങ്ങുമായിരുന്നു. ജബ് തുരന്ത് നീന്ത് ലഗി ഹോ ഇസ്കാ ബൗങ്കന കിത്തന ബുരാ ലഗ്ത, നല്ല നീണ്ട ഉറക്കത്തിലാണെങ്കിൽ, ഗാഢമായ ഉറക്കത്തിലാണെങ്കിൽ അതിൻ്റെ കുര നമുക്ക് എന്തായിട്ട് തോന്നും? അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നും, നമുക്കൊരു ശല്യമായിട്ട് തോന്നും അല്ലേ? പ്രായഹ ബാഹർ ആക്ക
ഇസെ ഡാണ്ടത്ത. അങ്ങനെയുള്ള സമയത്തൊക്കെ ലേഖകൻ എന്ത് ചെയ്യുമായിരുന്നു? പുറത്ത് വന്നിട്ട് അതിനെ ശകാരിക്കും. ഡാണ്ടിനെ പർ ചുപ് ഹോ ജാത്ത. അപ്പോൾ ശകാരം കേട്ടാൽ ഒന്നും മിണ്ടാതെ ഒന്ന് ശാന്തനായിട്ടങ്ങനെ നിൽക്കും. എന്നിട്ട് എന്ത് ചെയ്യുമായിരുന്നു? നസ്തീക്ക് ആക്ക ബദൻ സൂങ്ക് ജാത്ത. അടുത്ത് വന്നിട്ട് നമുക്കറിയാം നായ എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കുക. ഒന്ന് മണത്ത് നോക്കി അടുത്ത് വന്നൊക്കെ സ്നേഹം പ്രകടിപ്പിക്കും അല്ലേ? അതുപോലെ ലേഖകൻ ചീത്ത പറഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് അത് ശാന്തനാകും. പിന്നീട് അത് അടുത്ത് വന്ന് മണത്തൊക്കെ നോക്കി ഒന്ന് സ്നേഹം പ്രകടിപ്പിക്കും. അതുപോലെ തന്നെ എന്തു ചെയ്യും? ശാന്തനായി നിന്നുകൊണ്ട് എന്തു പറയുന്നത് പോലെയാണ് ലേഖകന് തോന്നുന്നത്? ജൈസെ ഇത്മിനാൻ ദിലാത്ത. ലേഖകൻ്റെ വിശ്വാസം, ലേഖകന് അതിനെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് അതെന്ത് ചെയ്യും? ലേഖകനോട് ഇപ്രകാരം പറയുന്നത് പോലെയാണ് ലേഖകന് തോന്നിയത്. ജായിയെ ആപ്പ് നിശ്ചിന്ത് സോയിയെ. നിങ്ങൾ പോയിക്കോളൂ, നിങ്ങൾ എന്ത് ചെയ്തോളൂ? ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ ഉറങ്ങിക്കോളൂ. കിന്തു ഫിർ സരാസി ഗഡ്ബഡ് ഹുയിക്ക് വഹി ബൗങ്കന. പക്ഷേ എന്താണ്? ഞാൻ കുരക്കില്ല, താങ്കൾ പോയി ഉറങ്ങിക്കോളൂ എന്നൊക്കെ പറയുന്നു തോന്നിയിട്ടുണ്ടെങ്കിലും എന്നെക്കൊണ്ട് ഇനി ശല്യമൊന്നും ഉണ്ടാവില്ല എന്ന് ലേഖകനോട് പറയുന്നതായി ലേഖകന് തോന്നുകയാണ്. അപ്പം ഒന്നും ചിന്തിക്കാതെ ഉറങ്ങിക്കോളൂ എന്ന് പറയുന്നത് പോലെ ലേഖകന് തോന്നി. പക്ഷെ വീണ്ടും അത് കുരയ്ക്കാൻ തുടങ്ങി. ജൈസെ ഇത്മിനാൻ ദിലാത്ത ജായിയെ ആപ്പ് നിശ്ചിന്ത് സോയിയെ കിന്തു ഫിർ സരാസി ഗഡ്ബഡ് ഹുയിക്ക് വോ ബൗങ്കന. പിന്നീട് എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ മതി, വീണ്ടും അതെന്ത് ചെയ്യും? കുരയ്ക്കാൻ തുടങ്ങും. അപ്പോൾ आप सोइए न सोइए, ये कुत्ता ऐसा नहीं होना देगा कि आपके घर में कोई चोरी हो जाए. അപ്പോൾ ലേഖകൻ എന്താണ് തോന്നുന്നത്? നേരെ തിരിച്ച് ലേഖകൻ ചിന്തിക്കുകയാണ്, ആപ് സോയിയെ ന സോയിയെ. നായ ഇപ്രകാരം പറയുന്നത് പോലെ നിങ്ങൾ ഉറങ്ങിയാലും ശരി, നിങ്ങൾ ഉറങ്ങിയില്ലേലും ശരി, എന്താണ്? ഇതെൻ്റെ ഡ്യൂട്ടിയാണ്. ഞാൻ ആരാണ്? നായയാണ്. ഇതെൻ്റെ ഡ്യൂട്ടിയാണ്. താങ്കളുടെ വീട്ടിൽ ഇപ്പോൾ ഒരു കളവ് നടക്കുകയാണെങ്കിലോ, അപ്പോൾ ഞാൻ കുറച്ചൊച്ച ഉണ്ടാക്കണ്ടേ? അപ്പോൾ ഇത് എൻ്റെ ഡ്യൂട്ടിയാണ് എന്ന് പറയുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഒച്ചയോ അനക്കമോ ഉണ്ടാകുമ്പോഴത് വീണ്ടും കുരയ്ക്കാൻ തുടങ്ങും. और इसके बावजूद जो एक बार चोरी हो गई तो क्या उसमें इस कुत्ते का कोई कसूर है? ഒരു ദിവസം കള്ളൻ കയറുക തന്നെ ചെയ്താൽ അതിൽ ഈ നായയ്ക്ക് എന്തെങ്കിലും കുറ്റമുണ്ടോ? तो क्या उसमें इस कुत्ते का कोई कसूर है? कसूर മീൻസ് ദോഷം, കുറ്റം. എനിക്ക് എന്തെങ്കിലും, ഈ നായയ്ക്ക് എന്തെങ്കിലും കുറ്റമുണ്ടോ? ഹമാരെ ഘർ മേ ഏക് വിദാഗിരി ഹോനെ വാലി തീ. ഒരു ദിവസം ലേഖകൻ്റെ വീട്ടിൽ ഒരു യാത്രയയപ്പ്, വിദാഗിരി മീൻസ് യാത്രയയപ്പ് നടക്കുകയായിരുന്നു. ഈ യാത്രയയപ്പ് എന്ന് പറയുമ്പോൾ അതെന്താവാം? ഒരു കല്യാണമാകുമ്പോഴും ഒരാളെ യാത്രയാക്കുന്ന, ഒരു പെൺകുട്ടിയുടെ കല്യാണമാണെങ്കിൽ അതൊരു യാത്രയാക്കുന്ന ഒരു ചടങ്ങായിരിക്കുമല്ലോ. അപ്പോൾ ആ രീതിയിലുള്ള കല്യാണമോ മറ്റെന്തെങ്കിലും ചടങ്ങാവട്ടെ, ഒരു യാത്രയയപ്പ് ചടങ്ങായിരുന്നു. യാത്രയയപ്പ് എന്ന് മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. ദിൻഭർ ധൂം ധാം രഹി. അവിടെ ദിവസം മുഴുവൻ എന്തായിരുന്നു? വളരെ ബഹളമയമായിരുന്നു. രാത് മേ ബഡി ദേർ തക്ക് ഗാവ് കി സ്ത്രീയാം ആത്തി ജാത്തി രഹി. രാത്രിയിൽ വളരെ സമയത്തോളം ഗാവ് കി സ്ത്രീയാം, കുറേ നേരം വരെ എന്ത് ചെയ്തു? ഗ്രാമത്തിലുള്ള ആളുകളെല്ലാം, സ്ത്രീകളെല്ലാം വന്നും പോയും കൊണ്ടിരുന്നു. ജബ് ഗർക്കെ ലോഗ് സോനെ ഗേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലുള്ള ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ഉറങ്ങാൻ തുടങ്ങി. വീട്ടിലെ ആളുകളൊക്കെ ഉറങ്ങി. അപ്പോൾ നമുക്കറിയാം, നമ്മൾ വീട്ടിലൊരു ഫംഗ്ഷൻ നടന്നു കഴിഞ്ഞാൽ, നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ഗാഢമായിട്ടുള്ള ആ ഫംഗ്ഷൻ നടത്തിയതിൻ്റെ ഉള്ള ക്ഷീണത്തിലൊക്കെ നമ്മൾ ഗാഢമായിട്ടുള്ള നിദ്രയിലായിരിക്കും അല്ലേ? അതുപോലെ എന്ത് ചെയ്തു? അവിടെ ആ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു. എന്ത് ഫംഗ്ഷനാണ് അവിടെ നടന്നത്? വിദാഗിരി, യാത്രയയപ്പൊക്കെ കഴിഞ്ഞ് അവിടെയുള്ള ആളുകൾ ജബ് ഗർക്കെ ലോഗ് സോനെ ഗയേത്തോ, ആളുകൾ ഉറങ്ങിത്തുടങ്ങി. അഗാധമായ നിദ്രയായിരുന്നു അത്. കി ജൈസെ ഘോഡേ ബേച്ച് കർ സോയേ ഹോ. അതായത് എന്ത് വന്നാലും അറിയാത്ത രീതിയിൽ, ഇവിടെ കുതിരയെ വിട്ടിട്ട് ഉറങ്ങുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? സുഖമായിട്ട് നല്ല ഗാഢമായിട്ടുള്ളൊരു നിദ്ര കിട്ടും. എന്ത് വന്നു കഴിഞ്ഞാലും അറിയാത്ത രീതിയിൽ, ബോധമില്ലാത്ത രീതിയിലുള്ള ഉറക്കം എന്ന് പറയില്ലേ, അതിനാണ് അവിടെ ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്. എന്താണ്? घोड़े बेचकर सोए हो और ये कुत्ता घर के सामने आकर गला फाड़कर भौंकता रहा. അപ്പോൾ ഈ കുത്ത എന്താണ് ചെയ്യുന്നത്? ഈ നായ എന്താണ് ചെയ്യുന്നത്? ഘർക്കെ സാമനെ ആക്കർ, വീടിന് മുന്നിലേക്ക് വന്നിട്ട്,
ഫാഡ് ഫാഡ് കർ ഭൗങ്ക് തരഹ, തൊണ്ട പൊട്ടി കുരയ്ക്കുന്നുണ്ടായിരുന്നു. ഫാഡ് ഫാഡ് കർ ഭൗങ്ക് തരഹ, ഒച്ചത്തിലത് കുരയ്ക്കുന്നുണ്ടായിരുന്നു. അചാനക് റാണിക്ക് നീന്ത് ടൂട്ടി. അപ്പം അവിടെയുള്ള മറ്റൊരു കഥാപാത്രമാണ്, അതായത് റാണിയുടെ പെട്ടെന്നായിരുന്നു റാണിയുടെ ഉറക്കമുണർന്നത്. ഓർ വേ അപ്പനെ കമറേസെ ബാഹർ ഹുയി, അവൾ തൻ്റെ വീട്ടിൽ നിന്ന് മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. തോ കുത്ത ഗർ പീച്ചെ കി ആർ ഭൗങ്ക്താ ഹുവ ദൗഡ. അപ്പം എന്താണ് ചെയ്യുന്നത്? നായ വീടിന് പിന്നിലേക്ക് കുരച്ചുകൊണ്ട് ഓടി. ഉനെ കുച്ച് സന്ദേഹ ഹുവ, റാണിക്കെന്തോ സംശയം തോന്നി. വേ ലോകോങ്കോ ജഗാനേ ലഗി, അവരെന്ത് ചെയ്തു? ആളുകളെല്ലാം ഉണർത്തി. ഷോർ കർണേ ലഗി, ഒച്ചയിട്ടു. ജബ് റോഷ്നി കി ഗയി ദേഖാ ഗയാ, അപ്പോൾ ലൈറ്റൊക്കെ അണിച്ചു. നമുക്കറിയാം എന്തെങ്കിലും ശബ്ദം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ വേഗം വീട്ടിലെ ലൈറ്റൊക്കെ ഓണാക്കും അല്ലേ? ലൈറ്റൊക്കെ ഓൺ ചെയ്ത് റോഷ്നി കി ഗയി ദേഖാ ഗയാ, ലൈറ്റൊക്കെ ഓൺ ചെയ്ത് നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഗർമേ സേങ്ക് ഹേ, സേങ്ക് മീൻസ് തുരങ്കം. വീട്ടിൽ എന്തുണ്ടാക്കിയിരിക്കുന്നു? തുരങ്കം ഉണ്ടാക്കിയിരിക്കുന്നു. കുച്ച് ചീസേം ചലി ഗയി ഹേ, കുറച്ച് സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. കിന്തു ഇസ് കുത്തേനെ ഹി ബച്ചാലിയ, നെഹീൻ തോ ഉസ് ദിൻ സർവനാശ് ഹി ഹോ ഗയാ ഹോത്ത. അതായത് പക്ഷേ എന്താണ്, കുറച്ച് സാധനങ്ങളെ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. എന്തുകൊണ്ടാണ്? കിന്തു ഈസ് കുത്തേനെ ഹി ബച്ചാലിയ, ഈ നായയാണ് നമ്മളെ രക്ഷിച്ചത്. നെഹീം തോ, അതായത് ബാക്കി സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാവാൻ കാരണം എന്താണ്? ഈ നായ ഉള്ളത് കൊണ്ടാണ്. നെഹീം തോ ഉസ് ദിൻ സർവനാശ് ഹി ഹോ ഗയാ ഹോത്ത, അല്ലെങ്കിൽ ആ ദിവസം എന്താവുമായിരുന്നു? സർവനാശ് ഹോ ഗയാത്ത, സർവനാശ് ഹി ഹോ ഗയാത്ത, ആ ദിവസം സർവവും എല്ലാ സാധനങ്ങളും എന്തായിട്ടുണ്ടാവുമായിരുന്നു? നാശിച്ചു പോവുമായിരുന്നു. ഇൻമേ ദേഖ ചോരോനെ കൈ ബാർ കുത്തേ പർ ആക്രമൺ കിയാത്ത, പകൽ സമയത്ത് രാവിലെയാണ് കാണുന്നത്. എന്താണ്? കള്ളന്മാർ നമ്മുടെ നായയെ നന്നായിട്ട് ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അല്ലെങ്കിൽ എന്താണ്, എങ്ങനെയെങ്കിലും അത് കള്ളന്മാരിൽ നിന്ന് സ്വയം രക്ഷപ്പെട്ടത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവരതിനെ എന്ത് ചെയ്തിട്ടുണ്ടാവും? കൊന്നിട്ടുണ്ടാവുമായിരുന്നു. അതായത് നായ, കള്ളന്മാർ മോഷണം നടത്താൻ തുടങ്ങുന്ന സമയത്ത് നായ കുരച്ച് ഒച്ചയുണ്ടാക്കുമ്പോൾ അത് ഒച്ചയുണ്ടാക്കാതിരിക്കാൻ വേണ്ടി, ഒച്ചയുണ്ടാക്കി ആളെ അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നായയെ പല രീതിയിലും അവർ ആക്രമിച്ചു. അപ്പോൾ ഒരു നിമിഷം ലേഖകൻ ചിന്തിക്കുകയാണ്, കള്ളന്മാരിൽ നിന്ന് ഈ നായ സ്വയം രക്ഷപ്പെട്ടിരുന്നില്ല എങ്കിൽ അതിൻ്റെ അന്ത്യം സംഭവിച്ചിട്ടുണ്ടാവുമായിരുന്നു. ഇസ്കാ വാരാ ന്യാരാഹി ഹോ ഗയാ ഹോത്താ. ये कुत्ता थोड़ी ही दिनों में जान गया था कि यद्यपि घर का मालिक मैं हूँ, किंतु यहाँ तो राज्य जहांगीर का नहीं, നൂർജഹാൻ കാ ഹി. ആ നായ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ആ വീട്ടിലെ യജമാനൻ ലേഖകനാണെന്ന്. പക്ഷേ ഇവിടെ കാര്യം എന്താണ്? കാര്യങ്ങൾ നടത്തുന്നത് ജഹാംഗീർ അല്ല, നൂർജഹാനാണ്. അതായത് ഇവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത്. अतः റാണി के प्रति सदा ही इसकी अधिक प्रीति और भक्ति रही. അതുകൊണ്ട് തന്നെ റാണിയോടായിരുന്നു കൂടുതൽ ഇഷ്ടവും ഭക്തിയുമൊക്കെ, ഒരാദരവൊക്കെ കാണിച്ചിരുന്നത് കൂടുതലായിട്ട് ആരോടായിരുന്നു? റാണിയോടായിരുന്നു. ജബ് റാണി പാൽക്കി പർ അപ്നെ മൈക്കെ ഗയി, എപ്പോഴാണോ റാണി പല്ലക്കിൽ കയറി, അതായത് പല്ലക്കിൽ കയറി എന്ന് പറയുന്നത് ഇവിടെ പഴയ കാലത്ത് റാണിമാരൊക്കെ പോകുന്നത് പോലെ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ആ റാണി പല്ലക്കിൽ കയറി പോകുമ്പോൾ യ ഉൻകി പാൽക്കി കെ സാത്ത് സാത്ത്, അത് അതിൻ്റെ പല്ലക്കിനോടൊപ്പം എന്ത് ചെയ്യുമായിരുന്നു? ഉൻകെ മൈക്കെ തക്ക് ഗയ, അത് റാണിയുടെ വീട് വരെ അതും പോയിരുന്നു. और जब तक वहाँ रही सदा उनके पलंग के नीचे ही सोता रहा. ചിലപ്പോൾ റാണി അവിടെ താമസിക്കുമായിരുന്നു. ആ സമയത്ത് അത് റാണി എവിടെയാണോ ഉറങ്ങുന്നത്, ആ പലങ്ക് മീൻസ് കട്ടിൽ, പലങ്ക് കെ നീച്ചേ ഹി സോത്താ രഹ, കട്ടിലിനടിയിലായിട്ട് അതും ഉറങ്ങുമായിരുന്നു. മൈക്കേസെ ഉനെ മേ കാർ പർ ലേ ആയാ, ആ മൈക്കയിൽ നിന്ന്, ഭാര്യയുടെ സ്വന്തം വീട്ടിൽ നിന്ന് കാറിൽ ലേഖകൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമായിരുന്നു. ഹംനെ ചാഹാക്കി ഇസെ കാർ പർ ബിഠാലേ, അതായത് കാറിൽ കൊണ്ടുവരുന്ന സമയത്ത് ഞങ്ങൾ അതിനെ കാറിൽ ഇരുത്താൻ ആഗ്രഹിച്ചു. കിന്തു ജോം ഹി കാർ ഖുലി
പക്ഷെ എപ്പോഴാണോ കാറിൻ്റെ ഡോറ് തുറക്കുന്നത് യേ ഘബറാക്കർ നീച്ചെ കൂത്പടാ, അത് ആകെ പരിഭ്രമിച്ച് താഴേക്ക് ചാടുമായിരുന്നു. അബ് ക്യാ കരേ ഉസേ ചോഡ്ന അന്ന ചാഹത്തെ, അത് വേഗം എന്താണ് ഡോറ് തുറക്കുന്ന ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അത് ഓടിപ്പോവും. അത് കാറിൽ കയറിയിരിക്കാൻ അതിന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല, അതിന് എന്തോ ഒരു പേടിയായിരുന്നു തോന്നിയിരുന്നത്. ഉസേ ചോഡ്ന അന്ന ചാഹത്തെ, അതിനെ ഉപേക്ഷിക്കാനാണെങ്കിൽ ഞങ്ങൾ തയ്യാറായിരുന്നില്ല. ഇനി എന്ത് ചെയ്യും? അബ് ക്യാ കരേ ഉസേ ചോഡ്ന ന ചാഹത്തെ. ഹാർക്കർ कार पर हम चले आए, ये ताकीद करके कि सामान के साथ जो बैलगाड़ी आ रही है उसके साथ ही इसे भेज दिया जाए. അപ്പം ഞങ്ങൾ കാറിൽ വരാൻ തീരുമാനിക്കുകയും അതുപോലെ ഒരു കാര്യവും കൂടെ താക്കീത് ചെയ്തു. എന്താണ്? ഈ സാമാൻ കെ സാത്ത്, സാധനങ്ങളോടൊപ്പം, അതായത് ബൈൽഗാഡിയിൽ, കാളവണ്ടിയിൽ സാധനങ്ങൾ വരുന്ന സമയത്ത് ഉസ്കെ സാത്ത് ഹി ഇസേ ഭേജ് ദിയാ ജായേ, അതിനോടൊപ്പം ഇതിനെയും കൂടെ അയക്കണമെന്നുള്ള ഒരു അറിയിപ്പും കൊടുത്തിട്ടായിരുന്നു അവർ കാറിൽ കയറിപ്പോയത്. ദൂസരേ ദിൻ ഘർ പർ ഹം ഇസ്കി പ്രതീക്ഷാ മേ ഥേ. അപ്പോൾ അടുത്ത ദിവസം ഞങ്ങൾ വീട്ടിൽ എന്ത് ചെയ്യായിരുന്നു? വീട്ടിലെത്തി അവിടെ അതിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കിയ ജഡ് സെ സാമനെ ആ കടാ ഹുവാ, അത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? ആ സമയത്ത് അവർ പ്രതീക്ഷയോടെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മുന്നിൽ വന്നു. അരേ അരേ യേ ക്യാ, അപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. ഇതെന്താണ് സംഭവിച്ചത്? സാരാ ശരീർ ധൂളി ദൂസരിത് ഹേ, അതിൻ്റെ ശരീരം മുഴുവൻ എന്തായിരുന്നു? പൊടി നിറഞ്ഞിരുന്നു. ശരീർ മേ കിതനെ ജഖ്മ ഹേ, അതിൻ്റെ ശരീരത്തിൽ എത്ര മുറിവായിരുന്നു. ലഗ്താ ഹേ ജോം ഹി ഹമാരി കാർ ആങ്കോൻ സെ ഓച്ചൽ ഹുയി. അപ്പോൾ ലേഖകനും ഭാര്യയ്ക്കും തോന്നിയത് എന്തായിരുന്നു? ജോം ഹി ഹമാരി കാർ ആങ്കോൻ സെ ഓച്ചൽ ഹുയി. അപ്പോൾ എപ്പോഴാണോ ഞങ്ങളുടെ കാറ് അതിൻ്റെ കണ്ണിൽ നിന്നും അപ്രത്യക്ഷമായത്, ഓച്ചൽ ഹോന മീൻസ് അപ്രത്യക്ഷമാവുക. യ ബൈൽഗാഡി കി പ്രതീക്ഷ കിയെ ബഗേർ വഹാം സേ നിക്കല, അത് ബൈൽഗാഡിയെ കാത്തു നിൽക്കാതെ എന്ത് ചെയ്തു? അവിടെ നിന്ന് പുറപ്പെട്ടു. और रास्ते भर अपनी बिरादरी के लोगों से लड़ता झगड़ता, മാത്രമല്ല അത് വഴിയിൽ തൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഗ്രൂപ്പിൽപ്പെട്ട നായകളുമായിട്ട് പോരാടിക്കൊണ്ട് ലഡ്താ ജഗഡ്ത ഉൻകെ അനേക വ്യൂഹോം കി വീർ അഭിമന്യു സാ ചീർത്ത, അതിൻ്റെ ആ നായയുടെ ഒരുപാട് വ്യൂഹങ്ങളെ, കൂട്ടത്തെ ഒക്കെ എന്ത് ചെയ്തു? വീർ അഭിമന്യു എങ്ങനെയാണ് ചക്രവ്യൂഹങ്ങളെല്ലാം ഭേദിച്ചുകൊണ്ട് വന്നത്, അതുപോലെ തന്നെ എന്ത് ചെയ്തു? രാത്മേ കഹീം തോട വിശ്രാമക്കർ, രാത്രിയിൽ ഒരൽപ്പം വിശ്രമിച്ചിട്ടൊക്കെ എന്ത് ചെയ്തു? ഭോർ യ ഹമാരെ യഹാം പഹുഞ്ചുകയ, പെട്ടെന്ന് തന്നെ യാത്ര തുടർന്ന് അത് അവിടെ എത്തി. റാണീനെ ഇസേ നഹലായ, റാണി അതിനെ കുളിപ്പിച്ചു. ഇസ്കെ ജഖ്മോം പർ മർഹം ലഗ്വായ, അതിൻ്റെ മുറിവുകളിൽ എന്ത് ചെയ്തു? മർഹം ലഗ്വായ, മർഹം മീൻസ് ഓയിൽമെൻറ്റ്, മരുന്ന്, ഓയിൻമെൻറ്റ് പുരട്ടി. और फिर यह अपनी ഡ്യൂട്ടി पर ഡൺ ഗയാ, അപ്പോൾ തന്നെ അത് എന്ത് ചെയ്തു? കുളിപ്പിച്ച് ഓയിൻമെൻറ്റൊക്കെ പുരട്ടി കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ അത് അതിൻ്റെ ഡ്യൂട്ടിയിലേക്ക് പ്രവേശിച്ചു. അഭി ബതായിയെ ऐसे स्वामी भक्त कर्तव्य पारायण साहसी जीव के साथ क्या वही व्यवहार करना उचित है जो हमारे मित्र बताते हैं. അപ്പോൾ ഇനി നിങ്ങൾ പറയൂ, ഇതുപോലെ യജമാനനോട് അത്രയും ഭക്തനായ കർത്തവ്യപാരായണായിട്ടുള്ള സാഹസിയായിട്ടുള്ള ജീവിയോട് ഇങ്ങനെ നമ്മൾ പെരുമാറാൻ പാടുണ്ടോ? അതും നമ്മൾ സുഹൃത്തായി കണ്ടിട്ടുള്ള, അത്രയും നല്ല സുഹൃത്തായി കണ്ടിട്ടുള്ള നായയോട്, ഈ നായയോട് നമ്മൾ അങ്ങനെ പെരുമാറാൻ പാടുണ്ടോ? किंतु जब जब इसे रूप में देखता हूँ चित्त उद्विग्न हो जाता है, इसकी हालत देखकर नहीं संसार की हालत पर और कुछ अपने भविष्य सोचकर भी. പക്ഷേ എപ്പോഴാണോ നമ്മൾ ഈ രൂപത്തിൽ കാണുന്നത് അപ്പോൾ നമ്മുടെ മനസ്സ് ഉദ്വേഗപ്പെടുന്നു. ഇതിൻ്റെ അവസ്ഥ കണ്ടിട്ടല്ല, ഇതിൻ്റെ ഒരു അവസ്ഥ മാത്രം കണ്ടിട്ടല്ല, എന്താണ് ഈ ലോകത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഓർത്തിട്ട്, കൂടാതെ നമ്മളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചിട്ട്. ये कमबख्त बुढ़ापा क्या चीज़ है, यह क्यों शरीर से शक्ति छीन लेता है, जर्जर शीर्ण बना डालता है, जीवों का अंत इतना बुरा क्यों होता है. ये कमबख्त ബുഡാപ്പ ക്യാ ചീസ് ഹേ, അതായത് ഈ വയസ്സായ ഈ അവസ്ഥ, വാർദ്ധക്യം എന്ന് പറയുന്നത് എന്താണ്?
ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ശക്തി തട്ടിപ്പറിച്ചെടുക്കുന്നതാണോ? ചീൻ ലേന തട്ടിപ്പറിച്ചെടുക്കുക. ജർജർ ക്ഷീൺ ബനാ ഡാൽത്താ ഹേ നമ്മളെ ക്ഷീണിതരാക്കുന്ന ഒന്നാണോ ഈ വാർദ്ധക്യം എന്ന് പറയുന്നത്? ജീവോം കാ അന്ത് ഇത്തന ബുരാ ക്യോം ഹോത്താ ഹേ ജീവജാലങ്ങളുടെ അന്ത്യം അല്ലെങ്കിൽ അവസാനം ഇത്രയും മോശമാവുന്നത് എന്തുകൊണ്ടാണ്? ജീവോം കാ അന്ത് ഇത്തന ബുരാ ക്യോം ഹോത്താ ഹേ ബച്പൻ കാ ദുലാർ കുട്ടിക്കാലത്തെ ലാളന, ജവാനി കാ പ്യാർ യുവത്വത്തിൻ്റെ സ്നേഹം, और इसके बाद ബുഡാപ്പേ കി ദുത്കാർ ഫട്കാർ. ഇതിനൊക്കെ ശേഷം അതായത് കുട്ടിക്കാലത്ത് നമുക്ക് എന്ത് ചെയ്യും? ഒരുപാട് സ്നേഹവും ലാളനയും എല്ലാം ലഭിക്കും. ജവാനിയാവുമ്പോൾ നമുക്ക് കൂടുതൽ സ്നേഹം, നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്ന ഒരു സമയമാണ് നമ്മുടെ ജവാനി എന്ന് പറയുന്നത് അല്ലേ. കുട്ടിക്കാലത്ത് സ്നേഹിക്കുക എന്നുള്ളതല്ല, സ്നേഹിക്കില്ല എന്നല്ല പറയുന്നത്. കുട്ടിക്കാലത്ത് നമുക്ക് ഒരുപാട് കിട്ടുന്നത് ലാളനയും നമ്മളെ കൊഞ്ചിച്ച് ലാളിച്ചൊക്കെ ആണ് നമ്മളെ വളർത്തുന്നത്. അങ്ങനെയുള്ള ആളുകൾ ജവാനിയിലെത്തുമ്പോൾ നമുക്ക് കൂടുതൽ എല്ലാവരുടെയും സ്നേഹം ലഭിക്കും. അതൊക്കെ കഴിഞ്ഞ് ഉസ്കെ ബാദ് ബുഡാപ്പേക്ക് ദുത്കാർ ഫട്കാർ. അപ്പോൾ ബുഡാപ്പയിലേക്ക് എത്തുമ്പോഴേക്ക് നമുക്ക് എന്താണ് കിട്ടുന്നത്? മുഴുവൻ ദുത്കാർ ഫട്കാർ ശകാരവും വഴക്കുമൊക്കെയാണ് അല്ലേ. വാർദ്ധക്യത്തിൽ നമുക്കുണ്ടാകുന്നത് ശകാരമാണ്. യുവത്വത്തിൽ സ്നേഹത്തിന് ശേഷം നമ്മൾ വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ശകാരം മാത്രമേ കേൾക്കാനുള്ളൂ. സാരി ശക്തി ഖോക്ക് എല്ലാ ശക്തിയും നഷ്ടപ്പെട്ട് നമുക്ക് ജവാനിയിലൊക്കെ എല്ലാ കാര്യത്തിലും നല്ല ഉണർവും ഉന്മേഷവും എല്ലാം ഉണ്ടായിരുന്നു. ആ ഉണർവും ഉന്മേഷവും എല്ലാം എന്തായി പോകുന്നു? ഉന്മേഷവും എല്ലാം നമ്മുടെ ബുഡാപ്പയാവുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നു അല്ലേ. ആ സാരി ശക്തി ഖോക്കർ ആ ശക്തിയെല്ലാം നഷ്ടപ്പെട്ട്, അതുപോലെ തന്നെ നമുക്ക് ആരിൽ നിന്നാണോ ആദരവും ബഹുമാനവും ഭക്തിയും എന്ന് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ലഭിച്ചിരുന്നത്, സാരാ സമ്മാൻ തിൽ മിൽ ഗൽ ഗൽ ക മർന, അതെല്ലാം നഷ്ടപ്പെട്ട് നമ്മൾ ബഹുമാനവും അല്ലെങ്കിൽ ആദരവും എല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് നമ്മൾ എന്താവുന്നു? മരണപ്പെടുന്നു. അതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് മരണപ്പെടുന്നു. വിധാത യ തുമാര വിധാൻ കേസാ ഹേ, ഈശ്വര നിൻ്റെ സൃഷ്ടി ഇങ്ങനെയാണോ എന്ന് ലേഖകൻ ചോദിക്കുകയാണ്. അതായത് ലേഖകൻ ഈ നായയുടെ ജീവിതം നമ്മുടെ മനുഷ്യ ജീവിതവുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അതായത് മനുഷ്യ ജീവിതത്തിൽ ഉള്ള അതേ അവസ്ഥ തന്നെയാണ് മനുഷ്യരുടെ ജീവിതത്തിൽ. കുട്ടിക്കാലത്ത് കിട്ടിയ എല്ലാ സുഖ സൗകര്യങ്ങളും നമുക്ക് ലഭിക്കുന്നു കുട്ടിക്കാലത്ത്. പക്ഷേ വാർദ്ധക്യത്തിൽ ആ ആളുകൾ തന്നെ എന്ത് ചെയ്യുന്നു? നമ്മളെ ശകാരം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്നു. നമ്മളെ അവരെങ്ങനെയെങ്കിലും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നു. അത് നായയുടെ അവസ്ഥ മാത്രമല്ല, മനുഷ്യരുടെയും അവസ്ഥ ഇത് തന്നെയാണെന്നാണ് ലേഖകൻ നമുക്ക് ഈ നായയുടെ കഥയിലൂടെ, ബൂഡാ കുത്ത എന്ന ഈ നായയുടെ കഥയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മുടെ ബൂഡാ കുത്ത എന്ന കഥയുടെ മലയാളത്തിലുള്ള എക്സ്പ്ലനേഷൻ ഇതാണ്. നല്ല പോലെ പാഠഭാഗങ്ങൾ വായിച്ച് മനസ്സിലാക്കി പഠിക്കുക. അതോടൊപ്പം ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് പിന്നീട് തരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.